സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മ്യൂസിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വലിയ ഘോഷയാത്രയോടുകൂടി ചെണ്ടമേളത്തോട് അഹമ്പടിയോട് കൂടിയിട്ടാണ് വികാസ് ഭവനിലേക്ക് പോകുന്നത്. അതിന്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. BJP നേതാക്കളും NDAയുടെ ഘടകകക്ഷി നേതാക്കളും നേതൃത്വം നൽകുന്നു. രാജീവ് ചന്ദ്രശേഖർ വികാസ് ഭവനിലേക്ക് എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. എല്ലാ പ്രവർത്തകരും, സാധാരണ പ്രവർത്തകർ മുതൽ അനുഭാവികൾ, ചുമതല വഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ അടക്കം അനുഗമിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന്. വളരെ വലിയൊരു ഘോഷയാത്രയോടുകൂടി അവരുടെ നിയമം തിരിച്ചുപിടിക്കും, കൈവിട്ടു പോയ സീറ്റ് വീണ്ടും തിരിച്ചുപിടിക്കും, നിയമസഭയിലേക്ക് എത്തിക്കുമെന്നുള്ള നഗരസഭയുടെ കൗൺസിലർ, ഡെപ്യൂട്ടി കൗൺസിലർ അടക്കമുള്ളവർ ഈ ഘോഷയാത്രയിൽ രാജീവ് ചന്ദ്രശേഖരനെ അനുഗമിക്കുന്നു. നിയമം നിയോജക മണ്ഡലം തിരികെ പിടിക്കുവാനുള്ള സജീവമായ പ്രവർത്തനങ്ങൾ NDA മുന്നോട്ട് വയ്ക്കുന്ന BJPയുടെ ഘടകകക്ഷികളും ഒക്കെ തന്നെ ഈ ഘോഷയാത്രയ്ക്ക് അനുഗമിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ശക്തി പ്രകടനം തന്നെ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെയും NDAയുടെയും നിയമമണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വികാസ് ഭവനിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായിട്ട് അവരുടെ ശക്തി പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ വലിയൊരു ഘോഷയാത്രയായി നഗരസഭ BJPക്കാണ് ഇപ്പോൾ ഭരണം കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന വളരെ ശക്തി പ്രകടനത്തോടു കൂടി തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്രമായ പരിശ്രമം ഇപ്പോൾ ഇവർ നടത്തുന്നു. അവരുടെ ശക്തി പ്രകടനം നടത്തിക്കൊണ്ട് തന്നെ ഇവരെ കടന്നു പോവുകയാണ്. വളരെ വലിയ ഒരു ഘോഷയാത്ര തന്നെ, വളരെ വലിയൊരു ഘോഷയാത്ര തന്നെ. സാധാരണ പ്രവർത്തകരില്ല ഓട്ടോ തൊഴിലാളികളടക്കം BMSന്റെ ഒക്കെ പ്രവർത്തകർ ഇതിനകത്ത് അണിനിരന്നിട്ടുണ്ട്. അതുപോലെ NDAയുടെ ഘടകകക്ഷികളുടെ നേതാക്കൾ, അതുപോലെ തന്നെ സാധാരണ പ്രവർത്തകർ, എല്ലാം ഒട്ടുമിക്ക പ്രവർത്തകരും ഇന്ന് നിയമത്തിന്റെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ട് ഇവിടെ ഘോഷയാത്ര നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായിട്ട് വികാസ് ഭവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നഗരസഭയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ്, നഗരസഭ BJPക്കുള്ളതാണ്, നഗരസഭയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ ഘോഷയാത്രകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്.